CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്തിൽ സ്ട്രീറ്റ് ലൈറ്റ് ടെൻഡർ വിവാദം. പഞ്ചായത്ത് ഭരണസമിതി യോഗം ബഹിഷ്കരിച്ച് UDF അംഗങ്ങൾ. വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ UDF അംഗങ്ങളുടെ പ്രതിഷേധം. പഴഞ്ഞിയുടെ അടയ്ക്ക പ്രൗഢി വീണ്ടും ഉണർന്നു. കേരളത്തിലെ ശ്രദ്ധേയമായ അടയ്ക്ക വിപണിയായി അറിയപ്പെട്ടിരുന്ന കാട്ടകമ്പാൽ പഞ്ചായത്തിലെ 2 മാസമായി നിശ്ചലമായ പഴഞ്ഞിയിലെ വ്യാപാര കേന്ദ്രമാണ് വീണ്ടും തുറന്നത്. പാവർട്ടി വിശുദ്ധ യൗസേപിതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെ ശതോത്തര സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് സമാപനമായി. ആഘോഷങ്ങളുടെ ഭാഗമായി ദേവാലയ നവീകരണ സംഭാവന കൂപ്പൺ നറുക്കെടുപ്പ് നടന്നു. കുന്നംകുളം ചൊവ്വന്നൂരിൽ കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച അപകടം. ഓട്ടോറിക്ഷ ഡ്രൈവർ തെക്കേപ്പുറം സ്വദേശി ദീവേഷിനെ പരിക്കുകളോടെ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഓട്ടോറിക്ഷയ്ക്കും കാറിനും കേടുപാടുകൾ സംഭവിച്ചു. പ്രശസ്ത സാഹിത്യകാരനും ചലച്ചിത്രകാരനുമായിരുന്ന മാടമ്പ് കുഞ്ഞുകുട്ടന്റെ 5ാം ഓർമ്മ ദിനാചരണം കിരാലൂർ മാടമ്പ് മനയിൽ നടന്നു. വടക്കാഞ്ചേരി കുന്നംകുളം സംസ്ഥാന പാതയിൽ മങ്ങാട് നിയന്ത്രണം വിട്ട കാർ മരത്തിലിടിച്ച അപകടം. ഒരു കുടുംബത്തിലെ 5 പേർക്ക് പരിക്കേറ്റു. 4-കല്ല് ബസ് സ്റ്റോപ്പിന് സമീപമായിരുന്നു അപകടം. കടങ്ങോട് ചക്ലിയക്കുന്നത്ത് വീട്ടിൽ 25 വയസ്സുള്ള ഷൈമ, 48 വയസ്സുള്ള ദിൽഷ എന്നിവർ ഉൾപ്പെടെ 5 പേർക്കാണ് പരിക്കേറ്റത്. ആരുടെയും നില ഗുരുതരമല്ല. ശക്തമായ മഴയിൽ ദേശീയപാത തിരുവത്ര അത്താണിയിൽ സർവീസ് റോഡ് വെള്ളക്കെട്ടിൽ മുങ്ങി. ദേശീയപാതയോട് ചേർന്ന് കാനകൾ നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും ഇതെല്ലാം അടഞ്ഞുകിടക്കുന്ന സ്ഥിതിയാണ്. നിരന്തരം പരാതിപ്പെട്ടിട്ടും യാതൊരു നടപടിയുമില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു. പെങ്ങാമുക്ക് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയുടെ കീഴിലുള്ള പടിഞ്ഞാറ്റുമുറി സെന്റ് ജോർജ് കുരിശുപള്ളി പെരുന്നാൾ ആഘോഷിച്ചു. മണലൂർ നിയോജക മണ്ഡലം നിയുക്ത MLA പ്രൊഫസർ C. രവീന്ദ്രനാഥ് തിരഞ്ഞെടുപ്പ് വിജയത്തിൽ നന്ദി പറഞ്ഞ് പാടൂർ കടവ് ചായക്കൂട്ടത്തിൽ. കൂട്ടായ്മ അംഗങ്ങളുടെ ആദരവേറ്റുവാങ്ങിയും മനോഹരമായ ഗാനങ്ങൾ ആസ്വദിച്ചും അംഗങ്ങൾക്കൊപ്പം സെൽഫി എടുത്ത ശേഷമാണ് നിയുക്ത MLA മടങ്ങിയത്. ചാവക്കാട് നഗരസഭ പരപ്പിൽത്താഴം ട്രഞ്ചിങ് ഗ്രൗണ്ട് MCF ഗോഡൌണിൽ നിന്ന് മലമ്പാമ്പിനെ പിടികൂടി. ഇന്നുച്ചയോടെയാണ് ഹരിതകർമ്മസേന പ്രവർത്തകർ പാമ്പിനെ കണ്ടത്. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്തും കുടുംബാരോഗ്യ കേന്ദ്രവും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ആരോഗ്യ ജാഗ്രത 2026 പദ്ധതിയുടെ ഭാഗമായി പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും ഗൃഹശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. തൃശൂർ ജില്ലാ മുനിസിപ്പൽ ആൻഡ് കോർപ്പറേഷൻ വർക്കേഴ്സ് യൂണിയൻ CITU മെമ്പർഷിപ്പ് ക്യാമ്പയിന് തുടക്കം. ചാവക്കാട് നടന്ന ജില്ലാതല മെമ്പർഷിപ്പ് വിതരണ ചടങ്ങ് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റും ഗുരുവായൂർ MLA-യുമായ NK അക്ബർ ഉദ്ഘാടനം ചെയ്തു. ഇടം സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് വിശകലനം ചെയ്യുന്നതിനായി ജനവിധിയുടെ പാഠങ്ങൾ എന്ന പേരിൽ പൊതുചർച്ച നടത്തി. തൊഴിലാളികളെ അടിമകളാക്കുന്ന ലേബർ കോഡുകൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ CITU നേതൃത്വത്തിൽ ചാവക്കാട് ലേബർ ബില്ലുകൾ കത്തിച്ച് പ്രതിഷേധം സംഘടിപ്പിച്ചു. തുടർച്ചയായി 3ാം തവണയും കുന്നംകുളം മണ്ഡലത്തിൽ നിന്നും വിജയിച്ച AC മൊയ്തീന് അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് CPM പഴഞ്ഞി ലോക്കൽ കമ്മിറ്റി വിജയാഹ്ലാദ റാലി നടത്തി. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctvonline.tv സന്ദർശിക്കുക. നമസ്കാരം.